നമ്മുടെ ഫെയറീസിന്റെ പിക്സി ഹോളോയിൽ ഗെയിംസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കുഞ്ഞു ഫെയറീസ്. കോർട്ട് റെഡിയാക്കലും ഗാലറി ഒരുക്കലും ഗെയിമിന്റെ അറേഞ്ച്മെന്റ്സും എല്ലാം കൊണ്ടും ഇവരാകെ ബിസിയാണ് കേട്ടോ. ആളൊരു ഗാർഡൻ ഫെയറിയാണ്. പുള്ളിക്കാരി ഗെയിമിനുള്ള പ്രാക്ടീസിലാണ്. അറിയാതെ അവൾ അന്നേരം നമ്മുടെ റൊസറ്റയുടെ മേൽ അഴുക്കാക്കുന്നുണ്ട്. ഗാർഡൻ ഫെയറി ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? റൊസറ്റയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അന്നേരം നമ്മുടെ ക്ലോ അവളോട് സോറി, ഞാൻ ഗെയിമിനുള്ള പ്രാക്ടീസിലായിരുന്നെന്ന് പറഞ്ഞുവെങ്കിലും ഗാർഡൻ ഫെയറീസ് അതിലൊന്നും ജയിക്കില്ലെന്നാണ് റൊസറ്റ പറയുന്നത്. നമ്മുടെ ജോലി ഭൂമിയെ ഇങ്ങനെ സുന്ദരമാക്കലാണെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ ഈ വർഷം തോൽവി എന്നത് നമുക്ക് മാറ്റണമെന്നാണ് ക്ലോ പറയുന്നത്. അപ്പോഴാണ് ഫേൺ അങ്ങോട്ട് വന്നത്. എന്നിട്ട് ക്ലോയോടൊപ്പം ഗാർഡൻ ഫെയറീസിന്റെ ടീമിൽ മത്സരിക്കുന്നയാളെ തിരഞ്ഞെടുക്കുവാണ്. റൊസറ്റയുടെ കഷ്ടകാലത്തിന് അവൾക്ക് തന്നെ നറുക്ക് വീണു. റൊസറ്റ ഒത്തിരി ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും നോ രക്ഷ. അവൾ പറയുന്ന ആൾക്കാരെല്ലാം പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെ പെട്ടു. ക്ലോ ആണെങ്കിൽ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞ് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കാനെല്ലാം നോക്കുന്നുണ്ട്. നമുക്കിനി കണ്ടറിയാം റൊസറ്റയുടെ അഭ്യാസങ്ങൾ എന്തൊക്കെയാകുമെന്ന്. അങ്ങനെ പിറ്റേന്ന് പിക്സി ഹോളോ ഗെയിംസ് തുടങ്ങുവാണ്. ക്ലാങ്ങും ബോബിളുമാണ് കമന്ററി. പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. നമ്മുടെ പിക്സി ഹോളോ ഗെയിംസ് ഇവിടെ തുടങ്ങാൻ പോകുന്നു. ഇനി നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ വിളിക്കാം. വിൻ ഫെയറീസ്, ആനിമൽ ഫെയറീസ്, ടിങ്കർ ഫെയറീസ്, ഡസ്റ്റ് കീപ്പേഴ്സ് ഫെയറീസ്, അങ്ങനെ. അന്നേരമാണ് നമ്മുടെ റൊസറ്റെ വളരെ സുന്ദരിയായി പുതിയ ഗൗൺ എല്ലാം ഇട്ട് വരുന്നത്. അവസാനമായി സ്റ്റോം ഫെയറീസ്. ഇവരാണ് റംബിളും ഗ്ലിമ്മറും. ഇത്രയും നാൾ വിന്നേഴ്സ് ഇവരായിരുന്നു. അങ്ങനെ എല്ലാ ഫെയറി ടീംസും വന്നു. ക്ലാരിയും രാജ്ഞിയും വന്നു. അങ്ങനെ നമ്മുടെ ഗെയിംസ് ഇവിടെ തുടങ്ങുവാണ്. ആദ്യത്തെ ഗെയിമാണ് ലീപ് ഫ്രോഗിംഗ്. തവളയ്ക്ക് മുകളിലിരുന്ന് ചാട്ടം. സ്റ്റാർട്ട് പറഞ്ഞപ്പോ എല്ലാ ടീംസും പോയി. റൊസറ്റയ്ക്ക് മാത്രം തവളയുടെ പുറത്തിരിക്കാൻ അറപ്പാണ്. അതുകൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കുവാണ്. അവസാനം അവൾ കയറി. പക്ഷേ ലെവലില്ലാത്ത പോക്ക് പോയി ഇവർ മറ്റുള്ള ടീംസിന്റെ ട്രാക്ക് കൂടി ബ്ലോക്ക് ആക്കുവാണ്. ആ ഗെയിമിൽ അങ്ങനെ ആനിമൽ ഫെയറീസ് ആണ് ജയിക്കുന്നത്. അതിനിവിടെ നമ്മുടെ റംബിളിന് അസൂയ മൂത്തിരിക്കുവാണ്. ഇനി നെക്സ്റ്റ് ഗെയിം അടുത്ത ദിവസമാണ്. അങ്ങനെ റൊസറ്റയും ക്ലോയും തിരികെ പോകുമ്പോൾ ക്ലോയെ വന്ന് എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ ക്ലോ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് ചേർന്നതാണ് ഒരു ടീം എന്ന് പറഞ്ഞ് റൊസറ്റയെ ചേർത്ത് പിടിക്കുവാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ ഗെയിം ഡ്രാഗൺ ഫ്ലൈ വാട്ടർ സ്കൈസ്. ഇന്ന് നമ്മുടെ റൊസറ്റെ ഇച്ചിരി കൂടി ഉഷാറായി കേട്ടോ. അവര് പറ്റുന്ന പോലെ കളിക്കുന്നുണ്ട്. അടുത്ത ദിവസം മാർബിൾ കളക്ടിങ്ങിലും കറക്റ്റ് ആയി തന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്ത് അവര് മാർബിൾസ് എല്ലാം കളക്ട് ചെയ്തു. പിക്സി ഡസ്റ്റ് ചേസ് ഗെയിമിലും റൊസറ്റെ ഉഷാറായി കളിച്ചു. ഗ്ലിമ്മർ വരെ വന്ന് അവളെ അന്നേരം അഭിനന്ദിക്കുന്നുണ്ട്. സൂപ്പർ. ടീം കപ്പ് റേസ് ഫാസ്റ്റ് ആയി നടന്നെങ്കിലും ലാസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല. ക്ലോ ആദ്യം എത്തി. പക്ഷേ ടീംമേറ്റ് കൂടി എത്തണം. അതിലങ്ങനെ സ്റ്റോം ഫെയറീസ് ആണ് ജയിക്കുന്നത്. അന്നേരം സ്റ്റോം ഫെയറി ആയ റംബിൾ വന്ന് ഇവരെ കളിയാക്കുന്നുണ്ട്. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്നാണ് റംബിൾ ചോദിക്കുന്നത്. ക്ലോക്കാണെങ്കിൽ ഇത് കേട്ട് ഒത്തിരി വിഷമമാകുന്നുണ്ട്. എന്നാൽ അവൾ ഇതൊന്നും പുറത്തു കാണിക്കാതെ റൊസറ്റയെ കൂടി സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ റൊസറ്റ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. മക്കളെ, ചെളിയൊന്നും എനിക്കൊരു വിഷയമേ അല്ല, നമുക്കിത് നേടണം. ഇവളെ കണ്ട ക്ലോയും അവരുടെ വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ടിരുന്ന ടിങ്കറും വരെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇത് നമ്മൾ നേടും. ഡിഗ് ഡൗൺ ഡീപ് ആൻഡ് ബ്രേക്ക് ദ സ്ട്രീറ്റ്, കം ഓൺ. അങ്ങനെ ആ ഫൈനൽ ഇവന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 ഷോർട്ട് കട്ട്സ് ആണുള്ളത്. ജംപ്, പോൺ, മഡ് മൗണ്ടൻ. പക്ഷേ ഈ വേസ് എല്ലാം ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് വേണമെങ്കിൽ നേരെയുള്ള വഴി പോകാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. എങ്ങനെ പോയാലും ആദ്യം എത്തുന്നവർ ജയിക്കും. ഗോ! സ്റ്റോം ഫെയറീസ്, വിൻ ഫെയറീസ്, ഡസ്റ്റ് കീപ്പേഴ്സ് ഫെയറീസ്, ഗാർഡൻ ഫെയറീസ്, ഇവരാണ് ടീംസ്. ആദ്യം തന്നെ ജമ്പിലൂടെ പോയ വിൻ ഫെയറീസും പോണ്ടിൽ മറിഞ്ഞ ഡസ്റ്റ് കീപ്പർ ഫെയറീസും ഔട്ടായി. ഇനി ഗാർഡനും സ്റ്റോം ഫെയറീസും മാത്രം. നമ്മുടെ റൊസറ്റെ അന്നേരം ഒരു ഗ്ലാസ് ക്ലോക്ക് കൊടുത്ത് മഡ് മൗണ്ടൻ കയറാൻ പോകുവാണ്. എന്ന് ആലോചിക്കണേ, ചെളി ഇഷ്ടമില്ലാതിരുന്ന ആളായിരുന്നു ഇതെന്ന്. മാക്സിമം സ്പീഡ് എടുത്ത് ചെളി തെറിക്കുന്നതൊന്നും കാര്യമാക്കാതെ നമ്മുടെ റൊസറ്റയും ക്ലോയും മഡ് മൗണ്ടൻ കടന്ന് സ്റ്റോം ഫെയറീസിന്റെ മുന്നിലെത്തി. എന്നാൽ ടണലിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ റംബിൾ എന്ന ജന്തു ഇവരെ മിന്നലിടിപ്പിച്ച് വീഴ്ത്തി. എന്നിട്ട് ഇവരെ മറികടന്നു പോകുവാണ്. എന്നാൽ റൊസറ്റെ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് കടക്കുമെന്ന് പറഞ്ഞ് കേടായ വണ്ടി എടുത്തോണ്ട് ഇവർ പറക്കുവാണ്. ഫൈനൽ കോർട്ടിൽ എത്തിയപ്പോൾ റംബിളിന് വേണ്ടി ഗാലറി ജയ് വിളിക്കുവാണ്. അന്നേരമാണ് ക്ലാരിയോൺ രാജ്ഞി പ്രത്യക്ഷപ്പെട്ട് വിജയികളായി ഗാർഡൻ ഫെയറീസിനെ പ്രഖ്യാപിച്ചത്. ഓ വാവ്! പക്ഷേ റംബിൾ ഫിനിഷ് ചെയ്തു. പക്ഷേ ടീംമേറ്റ് ആയ ഗ്ലിമ്മർ ക്രോസ് ലൈനിന് അപ്പുറം തന്നെ നിൽക്കുവാണ്. അവൾക്ക് അവന്റെ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ വിന്നേഴ്സ് ആയ ഗാർഡൻ ഫെയറീസിനെ അവരുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് എടുത്തു പൊക്കുവാണ്. യെസ്, വി ക്യാൻ എന്നും പറഞ്ഞ് റൊസറ്റയും ക്ലോയും അന്നേരം കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സീനിലാണ് പിക്സി ഹോളോ ഗെയിംസ് എന്ന ഈ സിനിമ അവസാനിക്കുന്നത്. നമ്മുടെ റൊസറ്റയുടെയും ക്ലോയുടെയും വാശിയേറിയ ഇന്നത്തെ ഈ ഗെയിം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ചതിയൻ റംബിളിന് അങ്ങനെ തന്നെ വേണമല്ലേ?
തോൽക്കുമെന്ന് ഉറപ്പുള്ള കാര്യമായിരുന്നാൽ കൂടി ജയിക്കുമെന്ന പ്രതീക്ഷ ഉള്ളിൽ വെച്ച് തന്നെ കളിക്കുക. ആ ആത്മവിശ്വാസം നിങ്ങളെ വിജയത്തിൽ എത്തിച്ചിരിക്കും. നമ്മുടെ റൊസെറ്റയെയും ക്ലോയെയും പോലെ എല്ലാ കൂട്ടുകാരും നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. നിങ്ങൾക്ക് ഞങ്ങളോട് പങ്കുവെക്കാനുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റ്സ് ആയി ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു നല്ല മൂവിയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.